ജാമ്യാപേക്ഷയുമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റായ കന്യാസ്ത്രീകൾ ഹൈക്കോടതിയിലേക്ക് NIA കോടതിയെ സമീപിച്ചാൽ സമയം നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. ഛത്തീസ്ഗഡിലെ മുതിർന്ന അഭിഭാഷകരും ഡൽഹിയിൽ നിന്നുള്ള അഭിഭാഷകരും ഉണ്ടാകും. അതേസമയം അറസ്റ്റ് ന്യായീകരിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് വീണ്ടും രംഗത്തെത്തി. അജീഷ് ജയകുമാർ ദുർഗിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, ഇവിടെ BJPയുടെ പ്രതിനിധി സംഘം അല്ലെങ്കിൽ കേന്ദ്രതലത്തിൽ ഇടപെടലൊക്കെ നടക്കുമ്പോഴും വിഷ്ണുദേവ് സായി ആദ്യഘട്ടത്തിൽ ട്വീറ്റിൽ അദ്ദേഹം ആദ്യ പ്രതികരണം അവിടെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. വീണ്ടും അവിടുത്തെ മുഖ്യമന്ത്രി ന്യായീകരിക്കുമ്പോൾ കോടതിയിലേക്ക് പോകുമ്പോഴും സംസ്ഥാന സർക്കാർ നിലപാട് എന്താണ് എന്നുകൂടി പറയുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അജീഷ്, അങ്ങനെയാണ് ഹാഷ്മി. കാരണം മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. ആദ്യം എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം അത് പറഞ്ഞത് അത് മതപരിവർത്തനത്തിനുള്ള ശ്രമമായിരുന്നു ഈ കന്യാസ്ത്രീകൾ നടത്തിയത്. പോലീസ് എന്താണോ പറയുന്നത് അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത്. പക്ഷേ അതിനുശേഷം ഇന്ന് ഡൽഹിയിൽ പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളോട് സംസാരിച്ചത്. അപ്പോഴും മുഖ്യമന്ത്രി ഈ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പോലീസിന്റെ നടപടി അത് ന്യായമാണ്, അല്ലെങ്കിൽ പോലീസിന്റെ നടപടി നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ രണ്ട് പേർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അത് BJPയുടെ പ്രത്യേക പ്രതിനിധിയും ഒപ്പം ഈ AICCയുടെ പ്രതിനിധി സംഘവും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രി ഈ പോലീസിനെ ന്യായീകരിച്ച് സംസാരിച്ചുവെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നീതിപൂർവമായ ഇടപെടൽ ഈ സംഭവത്തിൽ ഈ കേസിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഈ BJPയുടെ പ്രതിനിധി അടക്കം കഴിഞ്ഞ ദിവസം ഈ സെഷൻസ് കോടതിയിൽ ഈ കേസിന്റെ വാദം നടന്നതിന് ശേഷം പുറത്തു വന്ന് ഒരു പ്രതികരണം നടത്തിയത്. പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തില്ല എന്നതടക്കമുള്ള എന്ന ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ ഈ ഉത്തരവ് വന്നപ്പോൾ നേരെ വിപരീതമായിരുന്നു. പ്രോസിക്യൂഷൻ ഈ ബജ്രംഗദൾ അഭിഭാഷകൻ പറഞ്ഞത് അതേപടി ആവർത്തിക്കുകയാണ് ചെയ്തത്. പോലീസ് പറഞ്ഞത് അതേപടി ആവർത്തിച്ചു. മാത്രമല്ല ഈ അഫിഡവിറ്റ് കൊടുത്തതിൽ അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മതപരിവർത്തനം വീണ്ടും ആവർത്തിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടെന്നും ഈ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. പക്ഷേ ഈ അവരുടെ അഭിഭാഷകൻ, അതായത് പ്രതിഭാഗം അഭിഭാഷകന് വേണ്ട രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല, ഇത് മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു അഭിപ്രായം ഈ സഭയ്ക്കുമുണ്ട്. മാത്രമല്ല അവരെ സഹായിക്കാനായിട്ട് എത്തിയ നിയമോപദേശ സംഘത്തിനുമുണ്ട്. അതുകൊണ്ടാണ് ഈ നിലവിലുള്ള രാജ്കുമാർ തിവാരി എന്ന് പറയുന്ന ഇവിടുത്തെ പ്രാദേശിക അഭിഭാഷകനെ മാറ്റി കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള മുതിർന്ന അഭിഭാഷകനെ എത്തിക്കാൻ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഛത്തീസ്ഗഡിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകരുണ്ടാകും, ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്നുള്ള സീനിയർ അഭിഭാഷകരും ഈ സംഘത്തിലുണ്ടാകും. അവർ എത്തിയതിനു ശേഷമാകും ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ നൽകുക. NIA കോടതിയിൽ പോകാനായിരുന്നു സെഷൻസ് കോടതിയുടെ നിർദ്ദേശമെങ്കിലും അങ്ങനെ പോകേണ്ട, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പിന്നീടും നഷ്ടമാകും. കന്യാസ്ത്രീകൾ അത്രയും ദിവസം കൂടി ജയിലിൽ കഴിയേണ്ടി വരും എന്നൊരു ആലോചനയിലെത്തി, എന്നൊരു നിഗമനത്തിൽ എത്തിയതിനെ തുടർന്നാണ് നേരെ ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ എന്ന് പോകും എന്നുള്ള കാര്യത്തിൽ, എപ്പോഴാണ് ഹർജി നൽകുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഈ അഭിഭാഷകരെ തീരുമാനിച്ച ശേഷം അവരുമായി കൂടിയാലോചിച്ച ശേഷം എങ്ങനെ ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണം എന്നതിലൊക്കെ ഒരു തീരുമാനത്തിലെത്തും. എന്തായാലും നിലവിൽ ഈ ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ആലോചന എത്തിയിരിക്കുന്നത്. ഓക്കെ, അജീഷ് മരണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ചുമത്തിയിരിക്കുന്ന അതിഗുരുതരമായ കുറ്റങ്ങളാണ്. 10 വർഷമൊക്കെ തടവ് കിട്ടാവുന്ന അതിഗുരുതര കുറ്റങ്ങളാണ്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് അത് 2 കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായി. ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഛത്തീസ്ഗഡ് സർക്കാർ എടുക്കുന്ന കോടതിയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് നിർണായകമായിരിക്കും. ആ നിലപാട് സൂചന തന്നെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.